ഇന്ന് എപ്പീഷയുടെ റീഅറേഞ്ചാണ്. എപ്പീഷയുടെ മാത്രമല്ല, പിന്നെ രണ്ട് കുരുവികൾ എപ്പീഷയുടെ തേൻ കുടിക്കാൻ വന്നിരിക്കുന്ന കുരുവികളാണ് കേട്ടോ. എപ്പീഷയുടെ മാത്രമല്ല, കുറച്ച് ഇലച്ചെടികൾ വെട്ടുണ്ട്, കുറച്ച് ഹാങ്ങിങ് ചെടികൾ വെട്ടുണ്ട്. അങ്ങനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് ഓർത്താണ്. പിന്നെ പോട്ടിൻ്റെ അടിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് ചില പോട്ടിൽ. ആ വെള്ളമൊക്കെ ഒന്ന് കളയണ്ടെന്ന് വെച്ചാൽ ചില ചെടികൾ ഇങ്ങനെ ചീഞ്ഞ് വരണ്ടേ. അപ്പോൾ അത് വെള്ളം കെട്ടിക്കിടക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഇത് ആദ്യമായിട്ട് വെച്ചൊരു എപ്പീഷ്യൻ്റ് ഇതിൽ ഇപ്പം നിറച്ച് ചെടികളായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞും ചീഞ്ഞും ഒക്കെ തുടങ്ങി. അപ്പം ഞാൻ ആ കരിഞ്ഞതും ചീഞ്ഞതൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ്, പിന്നെ ഓരോ എപ്പീഷ്യനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഞാനൊന്ന് കരിഞ്ഞതൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട്. കരിയാത്തതൊക്കെ ഒന്നും വെട്ടണില്ല, കരിയാത്തതൊക്കെ അവിടെ തന്നെ ഇട്ട്. പിന്നെ ഇത് പച്ച തന്നെ വെറൈറ്റി ഉണ്ട്. എപ്പീഷയുടെ പച്ച ഇലക്ക് വ്യത്യാസമുണ്ട്, പക്ഷേ പൂവ് മാത്രം റെഡാണ്. പിന്നെ ഈ പിങ്ക് കളർ പൂവ് മാത്രമുള്ളൂ വെറൈറ്റി ആയിട്ടുള്ള പൂവ്. ബാക്കി എല്ലാവരും റെഡ് തന്നെയാണ്. ഇലക്ക് വ്യത്യാസമുണ്ട്. പിന്നെ ഈ കറുപ്പ ഇലയുള്ള എപ്പീഷ്യയും അത് വേറൊരു ടൈപ്പുണ്ട്. ഈ കറുപ്പും വെള്ളയും കൂടി കലർന്നൊരു ഇലയുണ്ട്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് നമ്മളിതൊന്ന് വെട്ടിയൊതുക്കണം. ഇത് കണ്ട, ഇത് വേറൊരു വെറൈറ്റി ഇലയാണ്. പക്ഷെ അതിപ്പോൾ വെള്ളം കിട്ടി എന്നിട്ടേ അതിനെന്തോ ഒരു മഞ്ഞപ്പായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ അടിയിലും വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. ഇടയ്ക്കൊന്നും നമ്മൾ ഇതിനൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യണത്. പിന്നെ കുറച്ച് മണ്ണിട്ട് കൊടുക്കാനായിട്ട് ചില ചെടികൾക്ക് ഒട്ടും മണ്ണില്ല. അങ്ങനെ മണ്ണെടുത്തുകൊണ്ട് തന്നെയാണിത്. മണ്ണ് എന്നിട്ട് ഒട്ടും ഇല്ലാത്തതിനൊക്കെ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം വെയിറ്റ് കുറക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മണ്ണിട്ടുണ്ടായുള്ളേ. പക്ഷേ ഇപ്പോൾ ഒട്ടും മണ്ണില്ലാത്ത അവസ്ഥ. മഴ പെയ്തപ്പോൾ മണ്ണൊക്കെ അങ്ങോട്ട് താഴത്തോട്ട് ഇതായിട്ട് മണ്ണില്ല. പിന്നെ മണി പ്ലാന്റൊക്കെ വെട്ടി, പിന്നെ ഈ ഹാങ് ചെയ്തിരിക്കണ ഈ ചെടിയുണ്ടല്ലോ, പുല്ല് പോലത്തെ ചെടിയാണിത്. അത് ഇടയ്ക്ക് ഞാൻ ഒപ്പം വെട്ടി നിർത്താറുണ്ട്. അത് ഒപ്പം വെട്ടി നിർത്തുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ ഇപ്പോൾ എപ്പീഷയുടെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ ഇലച്ചെടിയിലെ ഈ ഗാർഡനിൽ ഒരു ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു ഇലച്ചെടിയാണ് കേട്ടോ. അതൊന്ന് ഒപ്പം വെട്ടി നിർത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ അത് ഞാൻ പൊക്കം വെച്ച് പോയി കഴിഞ്ഞാൽ ഗാർഡനിൽ ഒരു മരം വന്നിക്കണ പോലെ ആയിപ്പോവും. അപ്പോൾ ഞാനതിനെ പൊക്കം വെപ്പിക്കാറില്ല. അങ്ങനെ ആ ഇലച്ചെടിനെ ഒന്ന് ഒപ്പം വെട്ടി, അത് ഒരു മഷിത്തണ്ട് പോലത്തെ ഒരു ചെടിയാണ് കേട്ടോ. നമുക്ക് വെട്ടാനായിട്ട് ഒരു പാടില്ല, വെട്ടി പെട്ടെന്ന് എടുക്കാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ ഗാർഡൻ ഉണ്ട്. അങ്ങനെ ഇലച്ചെടിയും വെട്ടി ഗാർഡൻ്റെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞെന്ന്.